കൽക്കി 2892 AD സിനിമ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടു. ഗംഭീര സിനിമ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് തന്നെ പറയേണ്ടത് നേരെ തിയേറ്ററിൽ ചെന്ന് നല്ല തിയേറ്ററിൽ ബുക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വിഷ്വൽ ട്രീറ്റിൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഈ സിനിമയെന്ന് പറയുന്നത്. എടുത്തു പറയേണ്ട കാര്യം നാഗാക്ഷിനാണ്. ഈ സംവിധായകൻ ഒരു രക്ഷയില്ലാതാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഫിക്ഷനും മഹാഭാരതവും കൂടെ മിക്സ് ചെയ്ത് എങ്ങനെ ഇറക്കുമോ അതാണ് സിനിമയുടെ തിയേറ്ററിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഗംഭീര സംഭവം. പിന്നെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക്കൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എവിടെയൊക്കെയാണോ ഒരു മ്യൂസിക്കൽ പോലും അദ്ദേഹം പാഴാക്കിയിട്ടില്ല. എവിടെയൊക്കെ BGM വേണമെന്ന് അദ്ദേഹത്തിന് നല്ല അറിയാം. അദ്ദേഹത്തിന് എവിടെ തൂഫാനാക്കണമെന്ന് അദ്ദേഹത്തിന് നല്ല വൃത്തി അറിയാമെന്നുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് സന്തോഷ് നാരായണൻ. കിടിലായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഓരോ BGM ആയാലും അദ്ദേഹം നല്ല വൃത്തിയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ നാഗാക്ഷിനും സന്തോഷ് നാരായണനും കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മളെ പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ, ഒരുപാട് ക്യാരക്ടേഴ്സ് ഇനിയും ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. ഒരുപാട് ക്യാമിയോകളും ഈ സിനിമ വരുന്നുണ്ട്. അത് സിനിമ കണ്ടു നോക്കുക. ഞാൻ സ്പോയിലർ ആക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ കുറേ സ്പോയിലർ കഴിഞ്ഞു. പക്ഷെ ഞാൻ ആക്കുന്നില്ല. അത് തിയേറ്ററിൽ ചെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങളാണ്. പ്രഭാസിൻ്റെ കംബാക്ക് തന്നെയാണ് ബാക്കിയുള്ള സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഒരു ഫസ്റ്റ് ഹാഫ് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണെങ്കിലും സെക്കൻഡ് ഹാഫ് അദ്ദേഹം വരുമ്പോൾ കിട്ടിലോട്ട് അദ്ദേഹം ക്യാരക്ടറിലോട്ട് വരയന്നെ. പിന്നെ അമിതാഭ് ബച്ചൻ 81 വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹം തന്നെ മറന്നുപോയി എന്ന് തോന്നുന്നു. ഓരോ ആക്ഷൻ സീക്വൻസ് ആണ് അദ്ദേഹം വിളഞ്ഞാടിയിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. എടുത്തിട്ട് പയറ്റി കളഞ്ഞു. കാരണം എല്ലാത്തിനെയും കാരണം വെച്ചാൽ അത്ര അശുദ്ധാത്മാവെന്നുള്ള ക്യാരക്ടറിലാണ് അമിതാഭ് ബച്ചൻ വന്നിരിക്കുന്നത്. ബിഗ് ബി എന്ന് അദ്ദേഹത്തിന് വിളിക്കാനുള്ള കാരണം ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന്. പിന്നെ കമൽ ഹാസൻ കുറച്ച് നേരങ്ങളും ഉള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് അത്ര ചെറുതൊന്നുമില്ല. വന്നിട്ടുള്ള എല്ലാ മാസിന് പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിൽ ഞെരിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റിലല്ല അദ്ദേഹത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ തന്നെയാണ്. ഗംഭീര വില്ലനായിരിക്കും തിരിച്ചു പറഞ്ഞത്. സിനിമയെക്കുറിച്ച് വാക്കുകളില്ല പറയാൻ. കാരണം ഈ സിനിമ 600 കോടി ഉണ്ടെങ്കിലും സിനിമ തീർച്ചയായിട്ടും ഇപ്പം കളക്ഷനൊക്കെ നല്ല വിതച്ചങ്ങ് പോയാണ്. കേരളത്തിലായാലും ആൾ ഇന്ത്യയിലും പാൻ വേൾഡ് ആയാലും നല്ല അഭിപ്രായങ്ങൾ കിട്ടിക്കൊണ്ട് സിനിമ മുന്നോട്ട് പോവുകയാണ്. കാരണം ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു പ്രൗഡ് മൂവ്മെൻ്റാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കാരണം ഇങ്ങനത്തെ സിനിമകൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെ സിനിമകളെ എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങുകയുള്ളൂ. കാരണം കിടില സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം പ്രഭാസ് ആയാലും കമൽഹാസനായാലും അമിതാഭ് ബച്ചനായാലും ദീപിക പദുക്കോനൊക്കെ ഉണ്ട്. എല്ലാവരും ഗംഭീരം പറ്റുന്നുണ്ട്. മലയാളത്തിൽ ഒരുപാട് ആക്ടേഴ്സ് വന്നു പോകുന്നുണ്ട്. അവരെല്ലാവരും നീറ്റായിട്ടാണ് ചെയ്ത് വിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ മഹാഭാരതവും സയൻസ് ഫിക്ഷനും. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇത് കൂടെ മിക്സ് ചെയ്ത് ആ ഡയറക്ടറിനെ സമ്മതിക്കണം. നല്ല വൃത്തിയായിട്ട് ഇരുന്ന് എഴുതിയിട്ടുണ്ട്. ഓരോ സിനിമകളും ഇപ്പം പ്രഭാസിൻ്റെ ആദ്യ പുരുഷായാലും 700 കോടി ബഡ്ജറ്റാണ്. കണ്ടു പഠിക്കണം ഈ സിനിമയെ കണ്ട്. ഒരു ബഡ്ജറ്റ് പോലും അദ്ദേഹം പാഴാക്കിയിട്ടില്ല. കിടിലോയിട്ട് സിനിമയുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഗംഭീര സിനിമ കാണുക. OTTയിലല്ല, നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണാൻ ശ്രമിക്കുക. നല്ല എക്സ്പീരിയൻസ് ഉള്ള സിനിമയാണ്. കുറച്ച് താമസിച്ചാലും വേണ്ടൂല. ഇപ്പം തന്നെ തിയേറ്ററിലൊക്കെ എല്ലാം ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. ബുക്ക് മൈ ഷോ ഒക്കെ അടിച്ചു പോയ അവസ്ഥയാണ്. ഇപ്പം എവിടെ നോക്കിയാലും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ കാണാൻ ശ്രമിക്കുക. നല്ല സിനിമയാണ്. കാരണം ഗംഭീരമായിട്ടുള്ള പ്രഭാസ് കംബാക്ക് ഉണ്ട്. പക്ഷേ എനിക്ക് ഫേവറേറ്റ് ഇഷ്ടപ്പെട്ടത് ബിഗ് ബിയുടെ അമിതാഭ് ബച്ചനാണ്. അദ്ദേഹം കൊണ്ടുപോയി. പിന്നെ പ്രഭാസിൻ്റെ ഒരു അഴിഞ്ഞാട്ടമുണ്ട് ക്ലൈമാക്സിൻ്റെ കാര്യം പറയാൻ പറഞ്ഞുപോയി. അവസാനത്തെ 30 മിനിറ്റ് വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. ഗംഭീര സാധനം. പ്രതീക്ഷ കത്തിക്കയറുന്ന സിനിമ. അവിടെ വെച്ച് ഒരു നിർത്തുകയാണ് അവിടെ വെച്ച്. പിന്നെ കമൽഹാസൻ്റെ എൻട്രി അവിടെ വെച്ച് നിർത്തുകയാണ്. അതൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതൊക്കെ കാണണം. അവസാനത്തെ 30 മിനിറ്റ് കുറിച്ച് കേട്ടുവെന്തോ. അവസാനത്തെ 30 മിനിറ്റ് ഗംഭീര സംഭവങ്ങളാണ്. സിനിമയിൽ ഇഴച്ചിലുണ്ട്, പക്ഷേ ഒരു പരിധിവരെയൊക്കെ ഉള്ളൂ. ക്ലൈമാക്സ് കാണുന്നതോടെ സിനിമ കണ്ടിറങ്ങുമ്പം അതെല്ലാം തലയിൽ നിൽക്കൂല. ക്ലൈമാക്സ് മാത്രം നിങ്ങളെ തലയിൽ നിൽക്കുകയുള്ളൂ. കാരണം അത്രയും വലിയ ഗംഭീരമായിട്ടുള്ള ക്ലൈമാക്സാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൽക്കി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നന്ദി.